ഹായ്, വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ്. ഇന്നും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 4 മണി ചായൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഉള്ളിവടയാണ്. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിനായിട്ട് കുറച്ചധികം സവാള വേണം. ഞാനിവിടെ ഒരു 6 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വേപ്പില, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, പിന്നെ കുറച്ച് ഉപ്പും കൂടെയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. മൈദാപ്പൊടിയും കൂടെയും ചേർത്ത് നമ്മൾ പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഞാനിവിടെ ഒരു 4 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഇങ്ങനെ കുഴച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മനസ്സിലാവും. നമ്മൾ ഈ ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടിയാൽ മതി. കൂടുതൽ മൈദപ്പൊടിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് മൈദപ്പൊടി വെച്ചിട്ട് ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത്രയും മൈദപ്പൊടി മതി. എന്നിട്ട് അതും കൂടെയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഇത് ഇനിയൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബൈൻഡ് ആവാനുള്ള പോലെ തോന്നി. കൂടുതൽ സവാളയാണ്. സവാളേൻ്റെ ഒരു കുറച്ച് മാത്രം മതി മൈദപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ നമ്മൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൽ കുറച്ചും കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് റെഡിയായി സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടാവും. നമ്മൾ അന്നേരം തന്നെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊരു തിക്കായിട്ടിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഇത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് ബോൾ ഷേപ്പിൽ ഇങ്ങനെ ആയി പോകരുത്. ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബോൾ പോലായാൽ അതിൻ്റെ ഉള്ളിലൊന്നും വേവാത്ത പ്രശ്നം വരും. അപ്പോൾ നമ്മൾ വളരെ നൈസായിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഓരോന്നും ഇട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമല്ലേ? നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് ബ്രൗൺ ആയി പോകരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനകത്തുനിന്ന് ഇതൊന്ന് കോരി മാറ്റാം. ലോ ഫ്ലെയിമിലും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ എണ്ണ ചൂടായ ശേഷം മാത്രം നമ്മളിത് ഇട്ട് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് റെഡിയാകുകയും ചെയ്യും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ 4 മണി ചായൻ്റെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉള്ളിവട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിത് തീരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അടുത്ത സെറ്റും കൂടെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് അധികം മൂക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇനി ഇതൊന്ന് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീണ്ടും ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായി കാണാം. ബൈ.